ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. പൊങ്കാല നിവേദ്യ സമർപ്പണവുമായി എത്തുമ്പോൾ അങ്ങനെ വഴിപാടായിട്ട് ഒരു വർഷം മുഴുവൻ കാത്തിരുന്ന് പൊങ്കാലിടുന്നവർ എത്രയോ ഉണ്ട്. അതിലേക്കെല്ലാം നമ്മൾ വരുമ്പോൾ മറ്റൊരു തലസ്ഥാനത്ത് തന്നെ വ്യത്യസ്തമായ വേറൊരു പൊങ്കാല കൂടി നടക്കുന്നത് 32ാം ദിവസവും ിലേക്ക് കടക്കുന്ന ആശാ വർക്കർമാരുടെ സമര പന്തലിലും പൊങ്കാല ഇടുകയാണ്. അതൊരു പ്രതിഷേധ പൊങ്കാല കൂടിയാണ്. അതായത് ഒരു മാസം പിന്നിടുമ്പോഴും ഈ ഉന്നയിക്കപ്പെടുന്ന ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്നു സംസ്ഥാന സർക്കാർ എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള പൊങ്കാല കൂടിയാണ്. സ്ത്രീകളുടെ വലിയൊരു പ്രതിഷേധ കൂട്ടായ്മ ഒരു മാസത്തിനപ്പുറം നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ ഉത്സവമായിട്ടുള്ള പൊങ്കാല തിരുവനന്തപുരത്ത് നടക്കുകയും ചെയ്യുന്നത്. ഡാൻ കുര്യൻ സമരപ്പന്തലിൽ നിന്ന് ചേരുന്നു. ഡാൻ, പൊങ്കാല ദിവസവും ആ സമരം തുടരുന്നു. ഒരു മാസവും കടന്നുള്ള സമരം പൊങ്കാല ദിവസവും തുടരുന്നു. അപ്പോൾ പൊങ്കാല ഇട്ടുകൊണ്ട് തന്നെ ആ സമരത്തിന്റെ ഭാഗമാകുക, അതൊരു പ്രതിഷേധ പൊങ്കാല കൂടിയാണ്. അതിൽ ഈ ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിച്ചു നിൽക്കുന്ന സംസ്ഥാന സർക്കാരിനുള്ള പ്രതിഷേധവുമുണ്ട്. ഒപ്പം സ്വാഭാവികമായിട്ട് ഈ 32 ദിവസമായിട്ട് സമരത്തിൽ നിൽക്കുന്നവരുടെ പ്രാർത്ഥനകൾ, ഈ ആവശ്യങ്ങൾ പെട്ടെന്ന് പരിഹരിക്കണമെന്ന് കൂടിയാണല്ലോ. എങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ വരുന്നു പൊങ്കാല ദിവസം അവിടെ നിന്ന്? അപർണ, വിശ്വാസവും പ്രതിഷേധവും ഒരുമിച്ച് സംഗമിക്കുന്ന ഒരു കാഴ്ചയാണ് സെക്രട്ടേറിയറ്റ് പടിക്കലെ ആശാ വർക്കർമാരുടെ ഈ സമരപ്പന്തലിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 32 ദിവസമായി അവർ ഇവിടെയുണ്ട്. പക്ഷേ 32ാം ദിവസം ഈ പൊങ്കാല ദിവസം ഇവിടെ പ്രതിഷേധം അതോടൊപ്പം വിശ്വാസം ഇത് രണ്ടും ഒരുപോലെ സംഗമിക്കുന്നു. ഇവിടെ നിന്ന് സമര കവാടത്തിന്റെ മുമ്പിൽ നിന്ന് ഇവിടുന്ന് നോക്കെത്ത ദൂരത്തോളം നേരെ ആശാ വർക്കർമാർ അതോടൊപ്പം സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഒരു സ്ഥലമുണ്ട്. ആ വശം വരെയും ആശാ വർക്കർമാരുടെ തന്നെ അവർ തന്നെ തയ്യാറാക്കുന്ന പൊങ്കാല കലങ്ങൾ തന്നെ അടുപ്പ് കൂട്ടി കാത്തിരിക്കുകയാണ്. 10:15 ഈ തീ കൊളുത്തി ഈ പൊങ്കാല നൈവേദ്യം തയ്യാറാക്കുന്നതിന് വേണ്ടി അതിന്റെ ഒരുക്കങ്ങൾ എല്ലായിടത്തും പൂർത്തിയായി കഴിഞ്ഞു. ചേച്ചി, എവിടെ നിന്നുള്ളതാണ് നിങ്ങള്? ഞാൻ വിഴിഞ്ഞത്തുനിന്നാണ്. വിഴിഞ്ഞം. ഇതിനു മുമ്പ് പൊങ്കാല ഇടാൻ എല്ലാ വർഷവും ഞങ്ങൾ പൊങ്കാല ഇടുന്നതാണ്. പക്ഷേ സെക്രട്ടേറിയറ്റിന്റെ ഇടയിൽ അല്ല വന്നിട്ടുള്ളത്, ആറ്റുകാൽ കോളിന്റെ അടുത്തോണാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ആശയുടെ സമരം ആയതുകൊണ്ട് സമരവും ഇന്ന് പിന്മാറാതിരിക്കാനും കൂടെ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഇന്ന് പൊങ്കാല ഇടുന്നത്. പ്രതിഷേധവും വിശ്വാസം കൊണ്ട് ഒരുമിച്ചാണ്. രണ്ടും കൂടെ ഉണ്ട്. ഞങ്ങൾക്ക് പ്രതിഷേധം കൊണ്ട് ഉള്ളിൽ ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് ചിരിച്ച മുഖത്തോടെ പൊങ്കാലിടും. ഞങ്ങൾ ഇന്ന് സമരത്തിൽ വന്നിട്ട് 32 ദിവസമായി. ഇതുവരേക്കും നമ്മുടെ പിണറായി സർക്കാരിന് ഒരു മനസ്സലിവ് ഇതുവരേക്കും തോന്നിയിട്ടില്ല. എത്ര ദിവസം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് സമരത്തിന്? ഞാൻ സമരത്തിന്റെ അന്ന് മുതലേ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് രാത്രി ഞാൻ തങ്ങും. എന്റെ വീട്ടിലൊരു കിടപ്പ് രോഗിയുണ്ട്, അതുകൊണ്ട് ഇടയ്ക്ക് വീട്ടിൽ പോകും. അങ്ങനെയാണ്. ഇന്ന് 32 ദിവസമായി ഞങ്ങൾ ഇവിടെ സമരത്തിന് വന്നിട്ട്. അല്ലെങ്കിൽ എല്ലാ വർഷവും ഞങ്ങൾ പൊങ്കാലയ്ക്ക് പോകുന്നത് മക്കളും അനിയത്തിയും. എവിടെയായിരുന്നു? അമ്പലത്തിൽ പോയായിരുന്നു. അമ്പലത്തിന്റെ അടുത്താണ് ഞങ്ങൾ പോകുന്നത്. ആദ്യമായിട്ട് ഞങ്ങളുടെ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആശാ വർക്കർമാര് കുറച്ചുപേര് ഇവിടെ പൊങ്കാല ഇടാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെയാണ് പ്രതികരണങ്ങൾ. എവിടുന്നാ? ഞാൻ തിരുവല്ലം PHC FHC തിരുവല്ലം ആശാ വർക്കറാണ്. ഞങ്ങൾ എല്ലാ വർഷവും ആറ്റുവല്ലമ്മ നടയിലാണ് ഇടുന്നത്, പരിസരത്താണ് ഇടുന്നത്. ഇപ്രാവശ്യം ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ സമരവും പൊങ്കാലയും ഒരുമിച്ച് ആണ്. ഞങ്ങളുടെ പൊങ്കാല കഴിയുന്നതോടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ഞങ്ങളുടെ മനസ്സിൽ പ്രാർത്ഥന. പരിഹരിക്കണം സാറേ. ഞങ്ങൾക്ക് ഇത്ര വർഷം 32 ദിവസം കൊണ്ട് ഞാൻ രാപ്പകൽ ഇവിടെ ഇരിക്കുകയാണ്. അറിയാല സാറ് എപ്പോഴും കാണുന്നതല്ലേ. ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ അന്ന് മുതൽ എന്റെ പടമാണ് പത്രത്തിലൊക്കെ എല്ലായിടത്തും വന്ന് രാവിലെ ഒരു ദിവസം മഴയത്ത് ഇവിടെ കിടന്ന് കരഞ്ഞു വിളിച്ച് എന്താണ് വിഭവങ്ങൾ എന്താണ് തയ്യാറാക്കുന്നത്? പൊങ്കാല, ഇത് പൊങ്കാലയ്ക്ക് പിന്നെ തെരളി, മണ്ടപ്പുറ്റ്. മണ്ടപ്പുറ്റ് എടുത്തൂടാ, ഇപ്പഴെടുത്തൂടാ, എന്നിട്ട് ഞാൻ വിളിക്കാം. തെരളി ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. 2-3 കളത്തില് പൊങ്കാല ഞങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഈ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിൽ ഈ പൊങ്കാല ഈ പ്രതിഷേധവും വിശ്വാസവും ഒരുപോലെ സംഗമിക്കുന്ന തരത്തിലേക്ക് അത് മാറിയിരിക്കുന്ന ഒരു കാഴ്ച. സമരസമിതിയുടെ നേതാവ് കൂടിയായ ശ്രീമതി ബിന്ദു നമ്മളോടൊപ്പം ചേരുന്നു. ഇവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുണ്ട്. ആശാ വർക്കർമാർ എന്ന ഒരു ലേബലിൽ അവർ ഒരുമിച്ച് നിൽക്കുകയാണ്. ഒരേ സമയം വിശ്വാസവും പ്രതിഷേധവും കൂടെ ഒന്നിക്കുന്ന ഒരു കാഴ്ചയാണ്. എന്താണ് 32ാം ദിവസം നിങ്ങൾക്ക് മുമ്പോട്ട് വെക്കാനുള്ള ഒരു 32ാം ദിവസത്തെ കാര്യം പറയുന്നതിന് മുമ്പ് 31ാം ദിവസത്തെ കാര്യം പറയാം. ഈ നിങ്ങളുടെ ചാനലില് ഇന്നലെ മുതൽ ഞങ്ങളുടെ ഒരു വ്യാജ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട്. ഈ സമരത്തിന് ഇതുവരെ ഔദ്യോഗികമായി ആരും ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല.
മറിച്ച് സമരം ഒത്തുതീർപ്പാകുന്നു, ചർച്ചയിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു തെറ്റായിട്ടുള്ള വാർത്ത പ്രചരിച്ചു. അത് ഞങ്ങൾ 17-ാം തീയതി പ്രഖ്യാപിച്ചിരിക്കുന്ന ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം എന്ന് പറയുന്ന ആ സമരത്തെ പറഞ്ഞാൽ വലിയ പങ്കാളിത്തത്തോടു കൂടിയാണ് നമ്മളത് നടത്തുന്നത്. അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണെന്നുള്ളത് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. ഇവിടെ 500 ആശ മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അടിക്കടി ഡിമാൻഡ് മാറ്റുന്നു എന്നൊക്കെയുള്ള തെറ്റായ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്ത് മാധ്യമ പ്രവർത്തനമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഈ അങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിന് അവിടെ വസ്തുതയുണ്ട് എന്ന് തോന്നുന്നില്ല. ഈ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം ഔദ്യോഗികമായി തന്നെ നടക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വാർത്ത നൽകേണ്ടി വന്നത്. അതിൽ എന്തെങ്കിലും ആശയക്കുഴപ്പം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നൊരു കൃത്യമായ ബോധ്യത്തോടെ തന്നെയാണ് ആ വാർത്ത ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇവിടെ നടക്കുന്ന സമരത്തെ സംബന്ധിച്ച് ചർച്ച നടക്കണമെന്നും സമരം അവസാനിപ്പിക്കണമെന്നും ആണല്ലോ ഞങ്ങളുടെയും അഭിപ്രായവും താല്പര്യവും. പക്ഷെ ഔദ്യോഗികമായി ഞങ്ങൾക്ക് അങ്ങനെ ഒരു അറിയിപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് വസ്തുതാപരമാണോ എന്ന് ഞങ്ങൾക്കറിയത്തില്ല നിങ്ങൾ കൊടുത്തിരിക്കുന്ന വാർത്ത. പക്ഷെ ഇത് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വാർത്ത വന്നതോടുകൂടി നമുക്ക് 17-ാം തീയതി ഇവിടേക്ക് വരാൻ വേണ്ടി ഞങ്ങൾ ജില്ലകളിൽ നടത്തിയിരിക്കുന്ന തയ്യാറെടുപ്പുകളെ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്കും അതാ പറയാനുള്ളത്. ഇന്നലെ ന്യൂസ് 18 കൊടുത്ത വാർത്ത ഏതിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഡിമാൻഡിനെ സംബന്ധിച്ച് ഞങ്ങൾ 10-ാം തീയതി ഉയർത്തിയ ഡിമാൻഡുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഡിമാൻഡിലാണ് ഇപ്പോഴും അടിയുറച്ചു നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഡിമാൻഡിനെ കുറിച്ച് അവ്യക്തത. നിങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോകില്ല, നിങ്ങളുടെ അവകാശങ്ങൾ ഈ തീരുമാനത്തിൽ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഞങ്ങൾ വെച്ച ഡിമാൻഡുകൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. നമ്മൾ എന്താണ് പറഞ്ഞത്, ഓണറേറിയം വർദ്ധിപ്പിക്കുക, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത്. വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത്. ആ ഡിമാൻഡിൽ ഞങ്ങൾക്ക് അവ്യക്തതയില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഏകപക്ഷീയമായ ഒരു വാർത്ത കൊടുക്കുകയോ അങ്ങനെയാണെങ്കിൽ താങ്കളുടെ പ്രതികരണം ഞങ്ങൾ തേടുകയില്ല. ഇപ്പൊ താങ്കൾ പറയുന്ന കാര്യം ജനങ്ങൾ മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു നിങ്ങളുടെ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് എന്നും ആ സമരവുമായി മുമ്പോട്ട് പോകുമെന്നുള്ള നിങ്ങളുടെ തീരുമാനം ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു കൺഫ്യൂഷനും ഒരു സാഹചര്യം ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഇനി ഈ ഒരു വിയോജിപ്പ് മാറ്റി വെച്ചിട്ട് ഞാൻ ഈ പൊങ്കാലയിലേക്ക് വരികയാണ്. ഇതിനു മുമ്പ് പൊങ്കാല ഇട്ടിട്ടുണ്ടോ? എപ്പോഴും ഞാൻ പൊങ്കാല ഇട്ടിട്ടില്ല. ഇപ്പോഴും ഞാൻ പൊങ്കാല ഇടുന്നില്ല. ഇവിടെ പക്ഷേ പൊങ്കാല ഇടുന്ന ആശാവർക്കർമാരാണ് ഈ സമര സ്ഥലത്തുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ പ്രദേശം മുഴുവൻ പൊങ്കാലയ്ക്കായിട്ട് അവരുടെ വിശ്വാസം അനുസരിച്ച് അവരിടട്ടെ എന്ന് വിചാരിച്ച് അതിനുള്ള കാര്യങ്ങളെല്ലാം. സ്ഥലം നിങ്ങൾക്ക് അലോട്ട് ചെയ്തേക്കുന്നത്? ഞങ്ങൾ അലോട്ട് ചെയ്തതല്ല, ഞങ്ങൾ നമ്മളിവിടെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് സ്ഥലം ബുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ നേരത്തെ തന്നെ നമ്മൾ അങ്ങേ അറ്റം വരെ അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു പോർഷൻ ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എടുത്തിട്ടുണ്ട്. ബാക്കി പോർഷൻ മുഴുവൻ നമ്മുടേതാണ്. അപ്പോൾ നടക്കട്ടെ, വരും മണിക്കൂർ. അപ്പൊ ഇങ്ങനെയാണ് ഒരുക്കങ്ങൾ. അവര് ഈ സമരം ശക്തമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും, തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ 32-ാം ദിവസവും സെക്രട്ടേറിയറ്റ് നടയിൽ പ്രതിഷേധ പൊങ്കാലയിട്ടുകൊണ്ട് വിശ്വാസവും പ്രതിഷേധവും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമാകുന്നത് ആശാവർക്കർമാർ. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകുമ്പോൾ പൊങ്കാല തന്നെയാണ് തലസ്ഥാന നഗരിലെല്ലാം. അത് ഭക്തി സാന്ദ്രമാണെങ്കിലും അതോടൊപ്പം അത് പ്രതിഷേധം സൂചകമായിട്ടുള്ള പൊങ്കാലയാണെങ്കിലും ആശാവർക്കർമാരുടെ സമരപ്പന്തൽ നിന്നുള്ള കാഴ്ച കൂടിയാണ് കണ്ടത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ 9:15 ഒരു മണിക്കൂർ കൃത്യം തികച്ച് ഉണ്ട് ഇനി പൊങ്കാലയുടെ ചടങ്ങുകൾ തുടങ്ങാൻ. ആ ശുദ്ധ പുണ്യാഹത്തോടുകൂടിയുള്ള ചടങ്ങുകൾ തുടങ്ങാനായി അതിനായി കാത്തിരിക്കുകയാണ്. എത്രയോ മണിക്കൂറായി. ഒരുപക്ഷെ തലേ ദിവസം തന്നെ ഈ പൊങ്കാല അടുപ്പ് തയ്യാറാക്കാനായിട്ട് കാത്തിരിക്കുന്ന എത്രയോ സ്ത്രീകൾ ഉണ്ടായിരുന്നു.